DF തമ്മിലുള്ള മത്സരമാണ്. കൃത്യമായി ഇവിടുത്തെ ഫീൽഡ് അനുഭവങ്ങളൊക്കെ നമ്മളോട് അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഈ ജനവിധി ഗവൺമെൻറ്റിനെതിരായ ഒരു ചുവടുവെപ്പായി മാറണമെങ്കിൽ UDF വിജയിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഒരുപാട് ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. അപ്പോൾ ഇന്ത്യയിലുടനീളം സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള വലിയൊരു പോരാട്ടത്തിൻ്റെ ഭാഗമായി തന്നെ ജാതി സെൻസസ് നടക്കണമെന്ന് ഉള്ള അഭിപ്രായങ്ങളുണ്ടായി. പല പാർട്ടികളും അത് മുന്നോട്ട് വെച്ചു. CPM കേന്ദ്ര കമ്മിറ്റി പ്രമേയം പാസാക്കി. പല പ്രതിപക്ഷ സർക്കാരുകളും നേരത്തെ തന്നെ ജാതി സെൻസസിന് വേണ്ടി തയ്യാറായി. കേരളത്തിൽ വെൽഫെയർ പാർട്ടി വലിയ പ്രക്ഷോഭവുമായി ആ ഘട്ടത്തിൽ മുന്നോട്ട് പോയിരുന്നു. പക്ഷേ ഒരു സ്റ്റെപ്പും എടുക്കാൻ ആ ഘട്ടത്തിലൊന്നും കേരള ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. സംവരണത്തെ അട്ടിമറിക്കും വിധം സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളമെന്ന് കാണുവാൻ സാധിക്കും. വെൽഫെയർ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് നയവും നിലപാടും വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ബഹുമാന്യനായ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ഇവിടെയുണ്ട്. അദ്ദേഹം അത് വിശദീകരിക്കും. എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ഒറ്റ വാക്കിൽ പാർട്ടിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. വാർത്താ സമ്മേളനത്തിൽ പാർട്ടി സംസ്ഥാന ട്രഷറർ ജദീദ് ഖാലിദ്, പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം നാസർ കിഴുപ്പറമ്പ്, പാർട്ടി ജില്ലാ സെക്രട്ടറി ബിന്ദു പരമേശ്വരൻ, നെൽമൂർ മണ്ഡലം പ്രസിഡന്റ് മൊയ്തീൻ അൻസാരി എന്നിവരുണ്ട്. സ്നേഹാദരപൂർവ്വം എല്ലാവരെയും ക്ഷണിക്കുന്നു. വിശദീകരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDFനാണ്. ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 9 വർഷമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന LDFൻ്റെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാരിനെതിരായ ജനവിധിയാകും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം തന്നെ നമുക്കറിയാം. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് വിശേഷിച്ചും ജനവിരുദ്ധമായ സ്വഭാവത്തിൽ മുന്നോട്ട് പോയതിൻ്റെ വലിയ ചർച്ചകൾക്കൊടുവിലാണ് ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുങ്ങിയത്. തീർച്ചയായും മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചും ഉണ്ടായി വരുന്ന കേസുകൾ വർദ്ധിപ്പിക്കുന്നതിനും ആഭ്യന്തര വകുപ്പ് സംഘപരിവാറിൻ്റെ കുഴലൂത്തുകാരായി മാറിയതിൻ്റെ പോലീസിൻ്റെയൊക്കെ ഇടപെടൽ പല ഘട്ടത്തിൽ ചർച്ചയായതാണ്. ഇത്തരം ചില വിയോജനക്കുറിപ്പുകൾ ഉയർത്തിക്കൊണ്ടാണ് ഇവിടുത്തെ ഇടത് MLA രാജിവെക്കുകയും തെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കുകയും ചെയ്തത്. വെൽഫെയർ പാർട്ടി വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. പ്രത്യേകിച്ചും കേരളത്തിലെ പോലീസ് സംവിധാനത്തെ RSS നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ഇടത് മാധ്യമങ്ങളും സഖാവ് കോടിയേരി ഉൾപ്പെടെ ഒരിക്കൽ പറഞ്ഞത് നമ്മുടെ ഓർമ്മയിലുണ്ട്. ആനി രാജ അടിവരയിട്ട് സംസാരിച്ചത് നമുക്കറിയാവുന്നതാണ്. ഇത്തരം പ്രവണതകൾ ചോദ്യം ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടുത്തെ സിറ്റിംഗ് MLA രാജിവെച്ചത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. മലപ്പുറം ജില്ലയിൽ കുറേ കാലമായി കേസ് വർദ്ധിപ്പിക്കുന്നതിനും ഒരു ക്രിമിനൽ ഹബ്ബായി ഈ ജില്ലയെ ചിത്രീകരിക്കുന്നതിനും വേണ്ടിയുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇവിടെ ഉണ്ടായ ചില പോലീസ് ഉദ്യോഗസ്ഥർ ഒരുപാട് കേസുകൾ എടുത്തതിനെക്കുറിച്ചും ഒരേ കേസിൽ തന്നെ പല FIR ഉണ്ടാക്കിയിട്ട് നടത്തിയ നീക്കങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. തീർച്ചയായും ഇത്തരം വിഷയങ്ങൾക്കെതിരായ അതിശക്തമായ ഒരു വിധിയെഴുത്തായി ഈ തെരഞ്ഞെടുപ്പ് മാറും എന്നാണ് വെൽഫെയർ പാർട്ടി പ്രതീക്ഷിക്കുന്നത്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം തീവ്രവാദത്തിൻ്റെ ഹബ്ബായും കള്ളക്കടത്തിൻ്റെ കേന്ദ്രമായൊക്കെ ചിത്രീകരിക്കാൻ പല ശ്രമങ്ങളും സംഘപരിവാർ നടത്തിയിട്ടുണ്ട്.
കേരള മുഖ്യമന്ത്രി വരെ ചില നീക്കങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടത്തിയത് നമുക്കറിയാവുന്നതാണ്. ഒരു പത്രസമ്മേളനത്തിൽ ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്നു. ഒരു പ്രഗത്ഭ പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ ഇത്തരം ചില വിഷയങ്ങൾ ഉന്നയിക്കുന്നു. അത് അന്യായമായി കൂട്ടിച്ചേർത്തതാണ്. അഭിമുഖത്തിന് നേതൃത്വം കൊടുത്ത പത്രക്കാരൻ ഉണ്ടാക്കിയതാണെന്ന് പറയുന്നു. പക്ഷേ അതൊക്കെ അതിനെതിരെ നടപടിയോ മറ്റോ ഉണ്ടായി നമുക്കറിയില്ല. ഇതെല്ലാം ഒരു വിദ്വേഷ പ്രചരണത്തിൻ്റെ വഴിയിൽ ഈ ജില്ലയെ നാട്ടക്കുറിയായി നിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഇതിനെതിരായ ജനവിധിയായിരിക്കണം ഇവിടെ ഉണ്ടാകേണ്ടത്. ADGP അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ദീർഘമായി നമ്മൾ ചർച്ച ചെയ്തതാണ്. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ആ സന്ദർഭത്തിൽ ഇന്ത്യയിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ കേരളത്തിൽ ആദ്യമായി BJPക്ക് ലോക്സഭയിലേക്ക് MPA ലഭ്യമായത് പോലീസ് ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ പൂരം കലക്കിയതിലൂടെയാണ് എന്ന് വളരെ കൃത്യമായ വിശകലനങ്ങൾ വന്നതാണ്. അത് പറഞ്ഞത് ഇടത് സ്ഥാനാർത്ഥിയും മുൻ മന്ത്രിയുമായ സുനിൽകുമാർ തന്നെയാണ്. CPI അതിന് അടിവരയിട്ടത് നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം ഇപ്പോൾ DGP തസ്തികയിലാണ് ആ അജിത് കുമാർ ഉള്ളത് എന്ന് നമുക്കറിയാം. ഇത്തരം പ്രവണതകൾ പല രൂപത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തത്വമസി എന്ന പേരിൽ കേരള പോലീസിൽ RSSന് വേണ്ടി പണിയെടുക്കുന്നവർ പ്രത്യേകമായി യോഗം ചേർന്ന് കന്യാകുമാരിയിലുണ്ടായ യോഗത്തെക്കുറിച്ചും മറ്റുമൊക്കെ ചർച്ച പുറത്തു വന്നതാണ്. ജയിലിലെ ഉദ്യോഗസ്ഥരെ ഈ അടുത്താണ് കുമരകത്ത് ഒരുമിച്ച് കൂടിയത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇന്ത്യയിലുടനീളം സംഘപരിവാർ ശക്തികൾ പോലീസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ന്യൂനപക്ഷ വേട്ടയും മറ്റുമൊക്കെ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. അത്തരമൊരു രീതിയിലേക്ക് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെയും പോലീസ് സംവിധാനത്തെയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നീക്കമാണ് ഇത്തരം പ്രത്യേക സെല്ലുകൾ രൂപീകരിച്ചുകൊണ്ട് RSSും സംഘപരിവാറും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ നിയന്ത്രിക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഒരുപാട് അനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഉയർത്തിയ ആ വിഷയത്തിന് കൃത്യമായ മറുപടി നൽകും വിധമുള്ള ഒരു ചുവടുവെപ്പാണ് ഈ തെരഞ്ഞെടുപ്പിന് സാധ്യമാകേണ്ടത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. Subscribe to One India and never miss an update.